ഇടുക്കി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവും സജീവമായി. ഇടതു വലത് മുന്നണികൾക്കൊപ്പം എൻഡിഎയുടെ സ്ഥാനാർത്ഥിയും പ്രചരണം തുടങ്ങി. എൽഡിഎഫ് സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ നാളെ പത്രിക സമർപ്പിക്കും. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇടതു വലത് മുന്നണികൾക്കൊപ്പം എൻഡിഎ സ്ഥാനാർത്ഥിയും പ്രചരണം തുടങ്ങി. എൽഡിഎഫ് സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ മണ്ഡലത്തിൽ 2 വട്ടം പ്രചരണം പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ റോഡ് ഷോയും തുടർന്ന് സാമുദായിക നേതാക്കളെയും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കളെയും വ്യാപാരികളെയുമാണ് കണ്ടത്. റോഷി അഗസ്റ്റിൻ നാളെ 11 മണിക്ക് മുഖ്യ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടും മുമ്പാകെ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസിന്റെ സ്ഥാനാർത്ഥിത്വം വൈകിയാണ് നിശ്ചയിക്കപ്പെട്ടത് എന്നതുകൊണ്ട് ഇന്നാണ് മണ്ഡലത്തിൽ സജീവമായത്. ആദ്യഘട്ടം എന്ന നിലയിൽ സാമുദായിക നേതാക്കളെയും മറ്റ് വിവിധ സംഘടനാ നേതാക്കളെയുമാണ് കണ്ടത്. UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭയും മണ്ഡലത്തിൽ സജീവമായി. 1ാം ഘട്ടം എന്ന നിലയിൽ സംഘടനാ നേതാക്കളെ കാണുക എന്നതാണ് പ്രതീഷ് പ്രഭയുടെയും പ്രചരണ തന്ത്രം. തുടർന്ന് തിങ്കളാഴ്ച അദ്ദേഹവും പത്രിക സമർപ്പിക്കും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ 2 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രിക സമർപ്പണത്തിനാകും സ്ഥാനാർത്ഥികൾ പ്രഥമ പരിഗണന കൊടുക്കുക. തുടർന്നാകും പര്യടന പരിപാടിയിലേക്കും കടക്കുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.